നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ മലക്കം മറിച്ചിലും ജിഷ്ണു കേസിലെ മെല്ലെപ്പോക്കുമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ആദ്യം ശ്രീ ആന്റണി രാജു, നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യമന്ത്രിക്ക് വിശ്വാസം പോലീസിനെയാണോ അതോ കേട്ടുകേൾവിയാണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഈ വാക്കുകളെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാനോ ദുർവ്യാഖ്യാനം ചെയ്യാനോ ഉള്ള ഒരു പഴുതതിനകത്തുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്, അദ്ദേഹത്തിൻ്റെ നയം എന്താണ്, നിലപാടെന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല ഈ കേസിൻ്റെ തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നമ്മൾ വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ഗൗരവമായി എടുക്കുന്നു, ശക്തമായ നടപടിയെടുക്കുന്നു. മാത്രമല്ല ഈ ഒരുപക്ഷെ കേരളത്തിലെ 6 ദിവസങ്ങൾക്കുള്ളിൽ ഈ കേരള സംസ്ഥാനം വിട്ടുപോയ പ്രതികൾ ഉൾപ്പെടെ 6 പേരെ ശരിയാണ്. എന്ത് പഴുതാണ് അദ്ദേഹം നൽകിയത്? വെള്ളിയാഴ്ചത്തെ പ്രസംഗത്തിൽ എന്ത് പഴുത് അദ്ദേഹം നൽകിയെന്നാണ് താങ്കൾ പറയുന്നത്? സംശയമുണ്ടാകാൻ അല്ല, അത് അദ്ദേഹം ഇന്ന് പറഞ്ഞല്ലോ. ഇതേക്കുറിച്ച് ഞാൻ പറയാം. ഈ വാർത്ത, നടിയുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്ത് വന്ന അന്ന് മുതൽ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകൾ, ചില രാഷ്ട്രീയ പാർട്ടികൾ, BJP നടത്തിയ പ്രസ്താവന എന്താ? ആദ്യമായി ശ്രീ രാജേഷിൻ്റെ സുഹൃത്തിരിപ്പുണ്ടല്ലോ, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ഇതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് അവരുടെ ഒരു സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പത്രസമ്മേളനം നടന്ന അവസ്ഥയിലേക്ക് വന്നു. അത് നമ്മൾ ഗൗരവമായി കാണണ്ടേ? അതുപോലെ തന്നെ ഒരു നടൻ ദിലീപിൻ്റെ പേര് ഇവിടെ മാധ്യമങ്ങളിൽ മുഴുവൻ വലിച്ചഴിച്ചു. ഞാൻ ചോദിക്കട്ടെ, അവരെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തമായ തെളിവുകളോ വ്യക്തമായ എന്തെങ്കിലും സൂചനകളോ ഉണ്ടായിട്ടാണോ ഇവർ ഈ പ്രസ്താവന നടത്തി? പിടിച്ചു കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി പറയുകയും അല്ല, ഈ പ്രതികൾ അറസ്റ്റിലായ ശേഷം മറ്റു കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രിക്ക് എങ്ങനെ പോകാൻ കഴിയും? മുഖ്യപ്രതിയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് ഇത് എന്ന് അദ്ദേഹം ആ പ്രസംഗത്തിൽ വ്യക്തമായും പറയുകയുണ്ടായി. അപ്പോൾ അതിനു മുകളിൽ പ്രതികളില്ല എന്ന സൂചന തന്നെയല്ലേ അദ്ദേഹം നൽകുന്നത്? ഒരിക്കലുമല്ല. അങ്ങനെ നമ്മൾ ദുർവ്യാഖ്യാനം വേണ്ട. കാരണം അദ്ദേഹം ആ ഘട്ടത്തിൽ അതുവരെ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ വെച്ചുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയത്. നമുക്കറിയാം അന്ന് വരെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ്. അല്ലല്ല, അതിന് അദ്ദേഹം ഇന്ന് നടത്തിയ തിരുത്തലിൽ പറയുന്ന കാര്യം അതൊരു ഔദ്യോഗികമായ കാര്യം പോലും അല്ല എന്ന്. ദേശീയ ശ്രദ്ധ പോലും ആകർഷിച്ച ഈ കേസിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറയാമോ? അല്ല, മുഖ്യമന്ത്രി ഒരുപക്ഷെ ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു പരാമർശനം വേണ്ടിയിരുന്നില്ല എന്നുള്ള വസ്തുതയാണ്. പക്ഷേ അതുകൊണ്ട് ഗവൺമെൻറ് നിലപാടോ പോലീസിൻ്റെ അന്വേഷണത്തെ അത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ പറയാൻ കഴിയില്ല. കാരണം ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഈ കേസിൽ ഈ ഘട്ടത്തിൽ അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മാനാഞ്ചിറ മൈതാനത്തോ പുത്തിരിക്കണ്ട മൈതാനത്തോ ഇങ്ങനെ ഒരു പ്രശ്നം നടത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഉന്നത ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പറയേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ അതല്ലോ അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പരസ്യമായി അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള അന്വേഷണത്തിൻ്റെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു അതുവരെയുള്ള അന്വേഷണത്തിന്റെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നിർദോഷമായി അദ്ദേഹം പറഞ്ഞതല്ല. ഒരു ഔദ്യോഗിക വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു കാര്യവും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ഇന്നത്തെ വാക്കുകൾ വ്യക്തമാക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന് കള്ളം പറയുന്നതാണെന്ന് പറയേണ്ടി വരും. അദ്ദേഹം പറഞ്ഞത് അവിടെ താൻ പ്രസംഗിക്കാൻ വന്ന വേദിയിൽ ഒരു പത്രം കിടപ്പുണ്ടായിരുന്നു. ആ പത്രം എടുത്തു നോക്കിയപ്പോൾ അതിൽ പറയുന്നു ഇതിലൊരു ഗൂഢാലോചനയും ഇല്ല എന്ന്. ഇക്കാര്യം താൻ പ്രസംഗത്തിൽ അങ്ങ് പറയുകയായിരുന്നുവെന്ന്. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? ഗൂഢാലോചനയെക്കുറിച്ച് ഉള്ള ഔദ്യോഗികമായിട്ടുള്ള പോലീസിന്റെ സ്ഥിരീകരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. മറിച്ച് നടന്ന ചില പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലുള്ള സൂചനകളാണ് അദ്ദേഹം നൽകിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം ക്ലാരിഫൈ ചെയ്തതോടുകൂടി അതിനെക്കുറിച്ച് ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾക്ക് യാതൊരു അടിസ്ഥാനമില്ല. കേരള സംസ്ഥാനം പൊതുജനം അത് വിശ്വാസത്തിലെടുക്കണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിലെടുക്കുമെന്ന് തന്നെയാണ് അഭിപ്രായം. വരും നാളുകളിലെ പോലീസിൻ്റെ നടപടി കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ബോധ്യപ്പെടും. തെളിവുകളുണ്ടെങ്കിൽ ആരുടെ പേരിലാണെങ്കിലും നടപടിയെടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് വളരെ ശക്തമായി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഈ കേസിൽ വളരെ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കും. ആര് പ്രതികളാണെങ്കിലും അവരെ ഇതിന്റെ നിയമത്തിന് അതൊക്കെ പൊതുവായിട്ടുള്ള പ്രസ്താവനകൾ മാത്രമാണ്. മുഖ്യമന്ത്രി പക്ഷേ ഈ കേസിന്റെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു ഗൂഢാലോചന ഇല്ല എന്ന രീതിയിൽ സൂചന നൽകുന്നത് അത് ശരിയാണോ എന്നതാണ് ചോദ്യം. ശ്രീ പന്തളം സുധാകരൻ, ഇന്ന് CBI അന്വേഷണം വേണമെന്ന ആവശ്യം താങ്കളുടെ പാർട്ടി പ്രസിഡന്റ് തന്നെ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അല്ല, അദ്ദേഹം ഉന്നയിച്ച അഭിപ്രായം തീർച്ചയായും ജനങ്ങളുടെ കൂടി ഒരു വികാരമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ആന്റണി രാജു വിദഗ്ധനായ ഒരു വക്കീൽ കൂടിയാണ്. ഇവിടെ ഒരു ചെറിയ സംശയം മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ട് ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ മന്ത്രി, ഭരണാധികാരി എവിടെ പറയുന്നു എന്നുള്ളതല്ല. അദ്ദേഹം നിലവിലുള്ള ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് സദസ്സിലോ പറഞ്ഞാൽ അത് പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ളണം. ഇവിടെ മുഖ്യമന്ത്രി കോടിക്കണക്കിന് ജനങ്ങൾ ചാനലിലൂടെ കണ്ടതാണ്, ഇപ്പോഴും കണ്ടതാണ്, മാതൃഭൂമിയിൽ ഇപ്പോൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഗൂഢാലോചന ഇല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ മറ്റൊന്ന് പെടുത്തുകരെ എല്ലാം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു ആഭ്യന്തരമന്ത്രി ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലല്ല, അദ്ദേഹം അങ്ങനെ ഗൂഢാലോചന ഇല്ല എന്ന വാചകം ഉപയോഗിച്ചിട്ടില്ല. അതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത്. ഒരു കുറ്റകൃത്യം എങ്ങനെ നടത്തണമെന്ന് പ്രധാന പ്രതിയുടെ
സങ്കല്പത്തിൽ ഉയർന്നു വന്ന കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, അതല്ലാതെ മറ്റൊന്നുമല്ല. ശരി, ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. എങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പ്രതികളെയെല്ലാം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു? എങ്ങനെ പറയാൻ കഴിയും? ഇന്നിപ്പോൾ കോയമ്പത്തൂരും കേരളം മുഴുവനും അങ്ങനെ കൊണ്ടുനടക്കുകയല്ലേ പ്രതികളെ? ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും പോലീസ് എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എന്ന് ചോദിച്ച പോലെ എന്തിനു വേണ്ടിയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും പോലീസിൽ ഇവരെ വാങ്ങിയത്? അതിൻ്റെ അർത്ഥം ADGP ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു അന്വേഷണം തുടങ്ങിയതേ ഉള്ളൂ. ആ അന്വേഷണം തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി എന്നതിനേക്കാൾ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി അദ്ദേഹം പറയുകയാണ് എല്ലാ പ്രതികളെയും പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇതിൽ യാതൊരു ഗൂഢാലോചനയില്ല, ബാക്കിയെല്ലാം മാധ്യമങ്ങളുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും തലയ്ക്ക് ഉദിച്ചതാണ്. അങ്ങനെ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും തലയിലേക്ക് ഇട്ടുകൊണ്ട് തനിക്ക് പറ്റിയ ഇപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ഭരണാധികാരിയുടെ ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ പിണറായി വിജയനിലൂടെ കാണുന്നത്. അദ്ദേഹം മംഗലാപുരത്ത് ഇന്നലെ പറഞ്ഞല്ലോ, വാളിൻ്റെയും കത്തിയുടെയും ഇടയിൽ കൂടി സഞ്ചരിച്ച ഒരാളാണ് ഞാൻ പിണറായി വിജയൻ. ഇവിടെ പിണറായി വിജയൻ അല്ല പ്രശ്നം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനുള്ള നിയമപരമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വിശ്വാസ്യതയുണ്ടാണ്. ആ വിശ്വാസ്യത അവിടെ തകർന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ചർച്ചയിൽ പറയേണ്ട ഒരു കാര്യമാണ്, ശ്രീ TP സെൻകുമാർ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് മാത്രം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത് ഞാൻ DGP സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റിയതിന് ശേഷം, മാറ്റിയത് എന്തുകൊണ്ടാണ്? കതിരൂർ മനോജ് വസ കേസിൽ P ജയരാജനെ പേരിൽ അന്വേഷണം നടത്തിയപ്പോൾ അതിൻ്റെ പ്രതികാരമായിട്ട് എൻ്റെ ഔദ്യോഗിക ജീവിതം തന്നെ തകർത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ മാറിയതിന് ശേഷം കണ്ണൂർ ജില്ലയിൽ മാത്രം 9 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു എന്ന് പറഞ്ഞു. എത്ര ക്രൂരമാണ്! ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയുടെ സാന്ദർഭികമായി താങ്കൾ പറഞ്ഞതാണ്. എന്തായാലും വിഷയത്തിൽ നിന്ന് വിട്ടുപോകേണ്ട. ശ്രീ VV രാജേഷ്, ഇന്ന് കുറെ ചോദ്യങ്ങൾ ഉന്നയിച്ചുവല്ലോ BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. ഈ അന്വേഷണത്തിന്റെ ഈ തുടക്കഘട്ടത്തിൽ തന്നെ ഇത്തരം സംശയങ്ങൾ എന്തുകൊണ്ടാണ് തോന്നുന്നത്? മുഖ്യമന്ത്രി ഇന്ന് ഒരു തിരുത്തൽ വരുത്തിയതോടുകൂടി അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ വ്യക്തത വന്നു കഴിഞ്ഞില്ലേ? മുഖ്യമന്ത്രി തിരുത്തൽ വരുത്താനിടയായ സാഹചര്യം V മുരളീധരൻ ഇന്ന് പത്രസമ്മേളനത്തിലൂടെയും അതിനു മുമ്പ് ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെയും അതോടൊപ്പം തന്നെ ആക്രമിക്കപ്പെട്ട ചലച്ചിത്ര നടിയുടെ അമ്മ ഗൂഢാലോചന ഇല്ല എന്നുള്ള തരത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ വേദന പ്രകടിപ്പിക്കുകയും യഥാർത്ഥ പ്രതികളെ പിടിച്ചില്ലെങ്കിൽ മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിക്കും എന്നുള്ള വാർത്തകൾ വരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് കമ്പൽ ചെയ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയത്, അദ്ദേഹം മലക്കം പറഞ്ഞത്. മഞ്ജുഷ, ചോദ്യത്തിനുള്ള ഒറ്റവാക്കുള്ള ഒരു ഉത്തരവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിക്ക് അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്ന് പറയുവാൻ കഴിയില്ല. ശ്രീ VV രാജേഷ്, അദ്ദേഹം പറഞ്ഞത് ഇന്നലത്തെ ഒരു വാക്കിന്റെ പ്രശ്നം മാത്രമാണ്. അദ്ദേഹം ഗൂഢാലോചന എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഇന്ന് പറയുകയുണ്ടായി. അത് ശരിയുമാണ്. അദ്ദേഹം ഇന്നലെ വെള്ളിയാഴ്ചത്തെ പ്രസംഗത്തിൽ ഗൂഢാലോചന എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാര്യമാണ് പറഞ്ഞത്. അതായത് മുഖ്യപ്രതിയുടെ മനസ്സിൽ ഉദിച്ച ആശയം അത് നടപ്പാക്കുകയായിരുന്നുവെന്ന്. മാത്രമല്ല, മറ്റുള്ളവരെ എന്തിന് ഇക്കാര്യത്തിലേക്ക്, സിനിമാ ലോകത്തെ മറ്റുള്ളവരെ എന്തിന് ഇക്കാര്യത്തിലേക്ക് വലിച്ചിഴയ്ക്കണം എന്ന് അതിന് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്ന ന്യായീകരണം അത് ശ്രദ്ധിക്കുക. അദ്ദേഹം പോലീസിനെ ഉദ്ധരിച്ച് പറഞ്ഞ കാര്യമല്ല അത്. അവിടെ ഒരു പത്രം കിടപ്പുണ്ടായിരുന്നു. ആ പത്രം എടുത്ത് വായിച്ചപ്പോൾ അതിൽ ഈ ഗൂഢാലോചന ഇല്ല എന്ന കാര്യമാണ് ഉണ്ടായിരുന്നത്. അത് അവിടെ പ്രസംഗത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന്. മഞ്ജുഷേ, നമ്മൾ എന്തിനാ ചർച്ച ചെയ്തിട്ട് നമ്മുടെ വിലയേറിയ സമയം പാഴാക്കുന്നത്? ഇപ്പം നിങ്ങൾ തന്നെ കാണിച്ച, മാതൃഭൂമി കാണിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എവിടെയെങ്കിലും ഞാൻ പത്രം വായിച്ചതിൻ്റെ പരാമർശമാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ, ഞാൻ മനസ്സിലാക്കുന്നത് ദീപിക പത്രമെന്നാണ്, ദീപികയോ രാഷ്ട്രദീപികയോ വായിച്ചിട്ട് അതിനുള്ള അഭിപ്രായമാണോ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് പറയേണ്ടത്? ആഭ്യന്തരമന്ത്രി പറയേണ്ടത് ഒന്ന് പറയുകയാണ്. ഞാൻ ആ പ്രസംഗം കേട്ടതാണ്, മുഴുവൻ കേട്ടതാണ്. ആ പ്രസംഗം മുഴുവൻ ഇവിടെ കേൾപ്പിക്കാൻ പറ്റില്ല. ഈ പത്രത്തിന്റെ കാര്യം അദ്ദേഹം ആ പ്രസംഗത്തിൽ, വെള്ളിയാഴ്ചത്തെ പ്രസംഗത്തിൽ എന്തായാലും പറഞ്ഞതാണ്. അത് പറഞ്ഞിരുന്നു അദ്ദേഹം. പക്ഷേ ആ പ്രസംഗത്തിൽ, ആ പത്രത്തിലെ ഈ പത്രത്തിലെ ഈ ഗൂഢാലോചന കാര്യം പറഞ്ഞു കഴിഞ്ഞ് അതും കഴിഞ്ഞ് കുറേയേറെ മുന്നോട്ട് പോയതിനു ശേഷമാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. അതായത് ഈ മുഖ്യപ്രതിയുടെ മനസ്സിൽ ഉദിച്ച ആശയം തന്നെയാണ് അത്, എന്തിനാണ് സിനിമാ ലോകത്തെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നത് എന്ന രീതിയിലുള്ള പരാമർശം. അതെന്തായാലും അദ്ദേഹം പത്രത്തിലെ കാര്യം ഉദ്ധരിച്ചുകൊണ്ടല്ല പറഞ്ഞത്. പത്രത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു, അത് ശരിയാണ്. അതില്ല എന്ന് നമുക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല. അല്ലല്ല, അദ്ദേഹം പോയത് പത്രവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കാണ്. അപ്പോൾ പത്രത്തിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇത് പറഞ്ഞത് ഈ വിഷയം മാത്രം പരാമർശിച്ച ഒരു കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. വേറൊരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. നടി മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുത്ത 164 സ്റ്റേറ്റ്മെന്റിൽ
നടി പറഞ്ഞിരിക്കുന്നു, പൾസർ സുനി പറഞ്ഞു ഇതൊരു കൊട്ടേഷനാണ്, ലഹരി മരുന്ന് കുത്തിവെച്ച് കാര്യം സാധിക്കാനാണ് അവർ പറഞ്ഞത്, ഞാൻ അത് ചെയ്യുന്നില്ല, സഹകരിക്കണം എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാന പ്രതി മാത്രമേ ബഹുമാനപ്പെട്ട ആന്റണി രാജു താങ്കൾ ഇടപെടരുത്, ഞാൻ താങ്കളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ചോദിക്കാമല്ലോ ആരാണ് കൊട്ടേഷൻ തന്നത് എന്ന് നിങ്ങൾ അന്വേഷിച്ചോ? മുഖ്യമന്ത്രി ചോദിച്ചില്ല. ഇവിടെ വേറൊരു കാര്യമുള്ളത്, ഈ ചർച്ചയിൽ എന്തായാലും ജിഷ്ണുവിൻ്റെ അമ്മയുടെ പത്രസമ്മേളനം കൂടി കഴിഞ്ഞപ്പോഴേക്കും കുറ്റബോധത്തോടെ ഇരിക്കുന്ന CPM-കാരേക്കാൾ ആർജവത്തോടെ പിണറായി വിജയനും LDF-നും വേണ്ടി സംസാരിക്കാൻ ശ്രീ ആന്റണി രാജുവിനെ നിങ്ങൾക്ക് കിട്ടിയത് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇതേ സ്ഥാനത്ത് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് KM മാണിയായിരുന്നു. ആ വിഷയത്തിലേക്ക് പോകേണ്ട, അദ്ദേഹം എന്തായാലും ഒരു LDF നേതാവായിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മാത്രമല്ല അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാതെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ രാജേഷിന് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് രാജേഷ് അല്ലല്ല അദ്ദേഹം BJP-യുടെ നേതാക്കന്മാർ ഉന്നയിച്ച വിമർശനങ്ങൾക്കെതിരെ അദ്ദേഹം ചോദിച്ചു എന്ത് തെളിവാണ് ഉള്ളതെന്ന്. മഞ്ജുഷ അദ്ദേഹം ഇടപെടരുത്, ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ കേസ് അന്വേഷിച്ചാൽ പൾസർ സുനിയെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് വ്യക്തമായി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും പിടികിട്ടും. അങ്ങനെ ചോദ്യം ചെയ്തതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഇടപെട്ട് പറയുകയാണ് പ്രധാന പ്രതിയുടെ ഭാവനയിൽ ഉദിച്ച കാര്യം മാത്രമാണ് ഇതെന്ന് പറയുമ്പോഴേക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് തുടർന്ന് അന്വേഷിക്കുവാനുള്ള മാനസികാവസ്ഥ അവിടെ തടസ്സപ്പെടുകയാണ്. അതിനുശേഷം കേരളത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്ന സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് മുഖ്യമന്ത്രിക്ക് ഇന്ന് പറയേണ്ടി വന്നത്. മാത്രമല്ല ശ്രീ ആന്റണി രാജു അതിൽ തന്നെ അല്ലല്ല ഞാൻ അങ്ങനെയല്ല പറയേണ്ടി വന്നത് എന്ന് പറയുമ്പോഴും അദ്ദേഹം ആ ഒരു തിരുത്തലിലും കള്ളം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല അത് നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ രാജേഷിന് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ നിജസ്ഥിതി ബോധ്യമാകണമെങ്കിൽ അന്നത്തെ ദീപിക പത്രം ഒന്ന് വായിച്ചാൽ മനസ്സിലാകും. ആ ദീപിക പത്രത്തിൽ വന്ന കാര്യത്തെ അദ്ദേഹം വായിച്ചുകൊണ്ടാണ് ആ ദീപിക പത്രവുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയിൽ അദ്ദേഹം ഇങ്ങനെയുള്ള ഗൂഢാലോചന ഇല്ല എന്ന് അവസാനം പത്രങ്ങൾ ഞാൻ അത് നേരത്തെ പറഞ്ഞാണ് ആന്റണി രാജു. ശരിയാണ്, ദീപിക പത്രം അദ്ദേഹം അവിടെ വായിച്ചിരുന്നു, വേദിയിൽ വെച്ച് അദ്ദേഹം അത് വായിച്ചിട്ടാണ് പ്രസംഗം നടത്തി ഈ ഒരു കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വണ്ണം എന്താണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മുഖ്യപ്രതി തന്നെയാണ് ഇതിന്റെ ആസൂത്രകനെന്നും അയാളുടെ ബുദ്ധിയിൽ ഉദിച്ചത് തന്നെയാണ് നടപ്പിലാക്കിയതെന്നും അതിന് മറ്റുള്ളവരെ അനാവശ്യമായി ക്രൂശിക്കേണ്ടതില്ല എന്ന ഉപദേശം മാധ്യമങ്ങൾക്ക് നൽകുക കൂടി ചെയ്തത്. അല്ല എന്തുകൊണ്ടാണെന്നറിയാം മഞ്ജേഷ്, അല്ലാതെ മുഴുവൻ ആ പത്രത്തിൽ വന്ന കാര്യങ്ങൾ പറയുകയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നിരപരാധികളായ ആളുകളുടെ പേരിൽ രാഷ്ട്രീയ പക